അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LST തേർഡ് മൊഡ്യൂളിലെ ഫുൾ ആഡറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹാഫ് സബ്ട്രാക്ടറാണ്. അപ്പോൾ ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഡയഗ്രാം വരിക. അതായത് രണ്ട് ഇൻപുട്ട് വരും. ഇൻപുട്ട് എയും ബിയും വരും. അതുപോലെ തന്നെ ഔട്ട്പുട്ടായിട്ട് ഡിഫറൻസ് വരും. സബ്ട്രാക്ടർ ആയതുകൊണ്ട് നമുക്കറിയാം സമ്മിലിപ്പോൾ സമ്മും വരും, അതുപോലെ എന്ത് വരും, ക്യാരി വരും. അതുമാതിരി തന്നെ സബ്ട്രാക്ടറിൽ നമുക്ക് എങ്ങനെ വരിക, ഡിഫറൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ബോറോയും ഉണ്ടാവും. അപ്പോൾ അതാണ് ഡിഫറൻസ് തമ്മിൽ. അപ്പോൾ ഇൻപുട്ടായിട്ട് നമുക്ക് എ കോമ ബിയും ഔട്ട്പുട്ടായിട്ട് ഡിഫറൻസും ബോറോയും. നമ്മൾ ആ 4 സ്റ്റെപ്പിലും ഇപ്പോഴും മറക്കാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രൂത്ത് ടേബിൾ എഴുതുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കെ മാപ്പ് വരയ്ക്കുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് യൂസ് ചെയ്തിട്ട് എന്ത് വരയ്ക്കുക, നമ്മുടെ ഡയഗ്രാം, അതായത് ലോജിക് ഡയഗ്രാം അല്ല, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു. അതായത് ഫുൾ ഹാഫ് ആഡർ കഴിഞ്ഞു, ഫുൾ ആഡർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹാഫ് സബ്ട്രാക്ടറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതി. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് രണ്ട് ഇൻപുട്ട് 0 ആകുമ്പോൾ ഡിഫറൻസ് 0 ആയിരിക്കും, ബോറോയും 0 ആയിരിക്കും. ഒരെണ്ണം 0യും ഒരെണ്ണം 1 ആകുമ്പോൾ ഡിഫറൻസ് 1 തന്നെ, പക്ഷേ ബോറോ നമ്മൾ എടുക്കേണ്ടത്, കാരണം 0 - 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബോറോ ഒന്ന് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ 1 0 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1, പക്ഷേ ബോറോ 0 ആയിരിക്കും. 1 1 എന്ന് പറയുമ്പോൾ 1 - 1 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരിക, ഡിഫറൻസും 0 ആണ്, ബോറോയും 0 ആണ്. നമ്മൾ ഒന്നും ബോറോ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഡിഫറൻസും 0 ആണ്. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കെ മാപ്പാണ്. അപ്പോൾ എവിടേക്കാണ്, ഇവിടെ നോക്കി നോക്കി ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് 1 വരുന്നത് നോക്കി നോക്കി. ഇപ്പോൾ ഡിഫറൻസിൻ്റെ കേസാണെങ്കിൽ 2 സ്ഥലത്താണ് നമുക്ക് 1 വരുന്നത്. അപ്പോൾ ആ 2 സ്ഥലത്ത് 1, അതുപോലെ ബോറോൻ്റെ കേസിൽ ഒരു സ്ഥലത്താണ് 1 വരുന്നത്. അപ്പോൾ ആ 1 വരുന്നത് എവിടെയാണ് നോക്കി, ഇവിടെ 2 സ്ഥലത്ത് 1 വന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെ എഴുതുക, ഇവിടെ ഈ 1 നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, അതിന് കറസ്പോണ്ടിങ് വാല്യൂ എ ആണ്. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻ്റ് എഴുതി. അതിന് മുകളിലത്തെ വാല്യൂ ബി ആണ്, അല്ല 1 ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ബി ആണ്. അപ്പോൾ 1 ആയതുകൊണ്ട് നമ്മൾ ബി തന്നെ എഴുതും. എ 0 ആയതുകൊണ്ട് നമ്മൾ കോംപ്ലിമെൻ്റ് ഇട്ടു. പ്ലസ് അതുപോലെ തന്നെ ഇവിടെ ഈ 1 നോക്കുകയാണെങ്കിൽ ഇവിടെ എ ആണ്, മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ആണ്, അവിടെ 0 ആയതുകൊണ്ട് ബി കോംപ്ലിമെൻ്റ് ഇട്ടു. അപ്പോൾ എ കോംപ്ലിമെൻ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻ്റ് വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എ XOR ബി എന്നായിരിക്കും. ഓക്കെ, ഇനി ഇതുമാതിരി തന്നെ ബോറോൻ്റെയും കേസിൽ നമ്മൾ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഇവിടെ ഒരു സ്ഥലത്താണ് നമുക്ക് 1 ഉള്ളത്. അപ്പോൾ ആ സ്ഥലം ആദ്യം മാർക്ക് ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, മുകളിലത്തെ ഭാഗം നോക്കുക. ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, അതുകൊണ്ട് എ കോംപ്ലിമെൻ്റ് വരും. മുകളിലത്തെ ഭാഗം 1 ആണ്, അതുകൊണ്ട് ബി എന്ന് വരും. അപ്പോൾ ഡിഫറൻസ് നമുക്ക് എ XOR ബി എന്നും ബോറോ നമുക്ക് എ കോംപ്ലിമെൻ്റ് ബി എന്ന് കിട്ടും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ കണ്ടുപിടിക്കല്ല, വരയ്ക്കണം. അപ്പോൾ എ XOR ബി എന്ന് പറയുമ്പോൾ എ എന്ന് വരച്ചു, ബി എന്ന് വരച്ചു, അത് നമ്മൾ XOR ഗേറ്റ് വെച്ചിട്ട് ഗേറ്റ് ചെയ്തു. അത് ഔട്ട്പുട്ടായിട്ട് ഡിഫറൻസിലേക്ക് പോയി. ഇനി എ കോംപ്ലിമെൻ്റ് ബി ആണ്. ആദ്യം നമ്മൾ എ എന്നൊരു വാല്യൂ എടുത്തു, അതിനെ നോട്ട് ഗേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, കോംപ്ലിമെൻ്റ് ആക്കി. അത് ഒരു ലൈനായിട്ട് പോയി. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ബി ആണ് വേണ്ടത്. ബി വന്നു, അത് തമ്മിൽ എന്താ വേണ്ടത്, എ കോംപ്ലിമെൻ്റ് ബി എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻ്റ് ആൻഡ് ചെയ്തിട്ടാണ് ബി ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ആൻഡ് ഗേറ്റ് വരച്ചു. എന്നിട്ട് അത് ബോറോ ആയിട്ട് റിസൾട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫുൾ സബ്ട്രാക്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, അത്രയാണ് നമുക്ക് ഹാഫ് സബ്ട്രാക്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇത് ഫുൾ സബ്ട്രാക്ട് എന്ന് പറയുന്നത്. ഫുൾ സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഫുൾ ആഡറിൻ്റെ മാതിരി തന്നെ 3 ഇൻപുട്ട് ഉണ്ടായിരിക്കും. എ ഉണ്ടായിരിക്കും, ബി ഉണ്ടായിരിക്കും, ബി ഇൻപുട്ട് ഉണ്ടായിരിക്കും. ഔട്ട്പുട്ടായിട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ബോറോ ഔട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ 8 കോമ്പിനേഷൻ വരും. 8 കോമ്പിനേഷൻസിൻ്റെ വാല്യൂസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് ചെയ്താൽ എളുപ്പമാണ്. 3 വാല്യൂസ് വെച്ചിട്ട് വരും. അപ്പോൾ 8 കോമ്പിനേഷൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ 0 0 0 ആയതുകൊണ്ട് ഡിഫറൻസ് 0, ബോറോ 0. 0 0 1 ആയതുകൊണ്ട് ഡിഫറൻസ് 1 ആണ്, ബോറോയും 1 ആണ്. കാരണം ഇവിടെ 0 - 1 ആയ കാരണം നമ്മൾ എന്തായാലും ബോറോ ചെയ്യും. ഇവിടെയും 0 1 0 1 കേസിലും 1 1 തന്നെയാണ്. പിന്നെ 1 0 0 1 0 0 0 1 1 1.
ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഡിഫറൻസിൻ്റെയും അതുപോലെ തന്നെ ബോറോ ഔട്ടിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കെ മാപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ എവിടേക്കാണ് 1 വരുന്നത് നോക്കുക, എവിടേക്കാണ് രണ്ട് സ്ഥലത്തും എവിടെ 1 വരുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ കെ മാപ്പിൻ്റെ ടേബിൾ വരയ്ക്കാം. കെ മാപ്പിൻ്റെ ടേബിൾ വരച്ചു. അതിനുശേഷം 1 എവിടേക്കാണ് വരുന്നതെന്ന് ആദ്യം മാർക്ക് ചെയ്യാം. 1 അപ്പോൾ ഇന്ന സ്ഥലങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഈ 1 നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് നോക്കുക, മുകളിൽ നോക്കുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ബി ഇൻപുട്ട് വരും. ഈ 1 നോക്കുകയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി പി ഇൻപുട്ട് വരും. ഇതാണെങ്കിൽ എ ബി കോംപ്ലിമെൻറ്റ് ബി ഇൻപുട്ട് കോംപ്ലിമെൻറ്റ് വരും. ഇതാണെങ്കിൽ എ ബി ബി ഇൻ കോംപ്ലിമെൻറ്റ് എന്ന് വരും. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ്, ഇതൊന്നും നമ്മൾ എന്തെടുത്തു? ഈ ടേമിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ബി ഇൻപുട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി എന്ന് കിട്ടും. ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്ന് ബി ഇൻപുട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ എക്സോർ കിട്ടാനാണ് നമ്മൾ ഇതും തമ്മിൽ എക്സോർ ചെയ്യുന്നത്. അതുപോലെ ഇതും തമ്മിൽ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സോർ ഗേറ്റ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷന് എളുപ്പമുണ്ട്, നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ എ എക്സോർ ഇൻറ്റു ബി എക്സോർ ഇൻറ്റു ബി ഇൻപുട്ട് എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ബോറോൻ്റെ കേസിലും ഇങ്ങനെയാണ് 1 വരുന്നത്. അപ്പോൾ നമുക്ക് 3 ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സർക്കിളും നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു ബി ഇൻപുട്ട് എന്ന് വരും. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഇങ്ങനെയും എഴുതാം. എങ്ങനെ? ഇത് നോക്കിയേ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബോറോ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി ഇൻപുട്ട് എന്ന് വരും. പിന്നെ ബി ഇൻറ്റു ബി ഇൻപുട്ട് എന്ന് വരും. ഓക്കെ, അതനുസരിച്ച് ഡയഗ്രാം വരയ്ക്കുക. എങ്ങനെ ഡയഗ്രാം വരയ്ക്കാം? ഡയഗ്രാം നമ്മൾ ആദ്യം എ എക്സോർ ബി ഇൻപുട്ട് ചെയ്യുക. അത് നമ്മൾ 3 എക്സോർ ചെയ്യുക. അത് ഡിഫറൻസിലേക്ക് പോകും. ആദ്യം എ കോംപ്ലിമെൻറ്റ് എടുത്തു, അതുപോലെ ബി എടുത്തു, അത് തമ്മിൽ ആഡ് ചെയ്തു. അതുപോലെ തന്നെ എ കോംപ്ലിമെൻറ്റ് എടുത്തു. ഇവിടെ പിന്നെയും എ കോംപ്ലിമെൻറ്റ് ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എ കോംപ്ലിമെൻറ്റ് എടുക്കുന്നത്. ഞാനത് തെറ്റി വരച്ചാണ്. അത് എ എന്ന് എടുക്കുന്ന അല്ല, അത് എ കോംപ്ലിമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എടുത്തു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ബി ഇന്ന വേണ്ടത്. അപ്പോൾ ബി ഇന്ന എടുത്തു, അത് തമ്മിൽ ആഡ് ചെയ്തു. പിന്നെ ബി ഇൻറ്റു ബി ഇന്ന വേണ്ടത്. ഇതാണ് ബി എടുത്തു, ബി ഇന്നെടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബോറോൻ്റെ കേസ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫുൾ സബ്ട്രാക്ടർ നമുക്ക് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ 2 ഹാഫ് സബ്ട്രാക്ടർ യൂസ് ചെയ്തിട്ടും നമുക്ക് വരയ്ക്കാം. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ എന്തായാലും ക്ലാസ് എടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ് എന്തായാലും ആ പോർഷൻ എന്തായാലും എടുക്കാം. അതുപോലെ തന്നെ ഫുൾ ആഡറിൻ്റെ കേസിൽ നമുക്ക് നാൻഡ് ഗേറ്റും അതുപോലെ 2 ഹാഫ് സബ്ട്രാക്ടറും വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡറിൻ്റെയും സബ്ട്രാക്ടറിൻ്റെയും പോർഷൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത് പഠിക്കാൻ എന്താണെന്ന് വെച്ചാൽ കോഡ് കൺവേർട്ടേഴ്സ് ആണ്. കോഡ് കൺവേർട്ടേഴ്സ് നമുക്ക് 2-3 കോഡ് കൺവേർട്ടേഴ്സ് മെയിനായിട്ട് പഠിക്കാനുണ്ട്. ബൈനറി ടു BCD ടു XS3, ബൈനറി ടു XS3, അങ്ങനെ 2-3 കോഡ് കൺവേർട്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് സിമ്പിളാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു വേ കണ്ടു കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. കൺഫ്യൂഷൻ ചെറുതായിട്ട് വരും, പക്ഷേ അത് നമ്മളത് സിമ്പിളാക്കിയിട്ട് പഠിക്കാം. അത് ആ ടേബിളാണ് ഒത്തിരി കൺഫ്യൂഷൻ വരിക. ആ ടേബിൾ എങ്ങനെ വരുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അതെന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.